വാക്യം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യമാണ്. കഴിയുമെങ്കിൽ ആ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ജോൺ ചാപ്റ്റർ 8:36, 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പൊ ആരാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്? പുത്രനാണ്. ആരാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്? ക്രിസ്തുവാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീകമായൊരു ദൂത് പറയാം. ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്ത് ദൈവം നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുന്നു. ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത് എൻ്റെ ദൈവം നിന്നെ സ്വതന്ത്രനാക്കും. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഒന്ന് സ്വതന്ത്രനാക്കണമേ. ജീസസ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ആത്മീക ജീവിതം ഒന്ന് സ്വതന്ത്രരാകണം? നമ്മുടെ ശാരീരിക മേഖലകൾ, ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. ചില ശരീരങ്ങൾ ഇന്ന് സ്വതന്ത്രമാകും. നിന്നെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഈ അനുഭവങ്ങൾ. ഞാനൊരിക്കൽ ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ഈ മീറ്റിങ്ങിൽ ഇതേ വേദിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിനിടയിൽ ഞാനൊരു കാഴ്ച കണ്ടു. കഴുത്തു തൊട്ട് അരയിൽ ബെൽറ്റ് കെട്ടുന്ന ഭാഗം വരെ കറുത്ത വള്ളികളാൽ ചുറ്റപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ വെളിപ്പാടുകളിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് യോഗം പറഞ്ഞു, യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. യോഗം കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നപ്പം പാസ്റ്റർ എന്നോട് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തുവാ അസ്വസ്ഥത? പാസ്റ്റർ, 3 വർഷമായിട്ട് ഒരു സുഖവും ഇല്ല. എന്തുവാ രോഗം? അങ്ങനൊരു രോഗവും ഇല്ല. ഒരു ലാബിൽ ചെക്ക് ചെയ്തിട്ടും കുഴപ്പമില്ല, ഒരു ഡോക്ടർ ചെയ്തിട്ടും കുഴപ്പമില്ല, MRI തൊട്ട് എല്ലാ സ്കാനും എടുത്തു, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ 3 വർഷമായിട്ട് എന്തോ ഒരു സുഖക്കേട്. ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പോഴത് മാറും, ഞാൻ തലയിലൊന്ന് കൈവെക്കാം. കാരണം വിഷനിൽ കണ്ടു ഇവൻ്റെ കഴുത്തു തൊട്ട് ബെൽറ്റ് കെട്ടുന്ന ഭാഗം വരെ വള്ളികളാൽ ചുറ്റപ്പെട്ടെന്ന്. അവൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ പറഞ്ഞു വിട്ടു. പിറ്റേ ആഴ്ച എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ശരീരത്തിനൊരു വെളിവ് വീണു. എന്താ ഇന്നത്തെ ദൂത്? നിന്നെ വല്ലാതെ സ്വാതന്ത്ര്യത്തെ കെടുത്തത്തക്ക നിലയിൽ നിന്റെ ആരോഗ്യതലത്തെ വീർപ്പ് മുട്ടിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ഇന്ന് ചില നുഖങ്ങളെ ഒടിക്കുന്ന ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ പകർച്ച യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വചനം മറക്കരുത്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അങ്ങനെയെങ്കിൽ ഒരു ദൂത്, ആരാ നിന്നെ സ്വതന്ത്രനാക്കുന്നത്? പുത്രനാണ്. സ്തോത്രം. പക്ഷെ ഇവിടെ ഈ ബൈബിൾ പഠിപ്പിക്കുമ്പം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതായത് പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് കാൽവറിയിൽ നമുക്ക് വിളംബരം ചെയ്തത്. സ്തോത്രം. സ്വാതന്ത്ര്യം എന്ന പദം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് ചോദിച്ചു, ഒന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദ്യം. ഹല്ലേലൂയ. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്തു തരും. നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക തലം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുക. അത് ആത്മാവിൽ കണ്ടോട് സ്തോത്രം ചെയ്യുക. ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനകത്ത്, നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ കുടുംബത്തിനകത്ത് ഉരുകി ജീവിക്കുന്ന, നീറി ജീവിക്കുന്ന, കരഞ്ഞ് ജീവിക്കുന്ന നിന്റെ വിലാപ ജീവിതത്തിന് എൻ്റെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700ഓളം വർഷങ്ങൾ പുറകിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെശയ്യാവ്. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് യെശയ്യാവ് തൻ്റെ പ്രവചന സൂത്രത്തിനകത്ത് എഴുതിയപ്പം അദ്ദേഹം എഴുതി വെച്ചൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് ആ ദൂത് വിവരിക്കുന്നുണ്ട്. എളിയവരോട് സദ്വർത്തമാനം യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ബന്ധിക്കപ്പെട്ടവന് സ്വാതന്ത്ര്യം അറിയിപ്പാനും.
സ്വാതന്ത്ര്യം അറിയിപ്പാനും ബദ്ധന്മാർക്ക്, സ്വാതന്ത്ര്യവും അറിയിപ്പാനും ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ. സ്തോത്രം.